നമ്മുടെ കേരളത്തിൽ പി സി ജോർജിനെ കൊണ്ട് ബിഷപ്പുമാർക്കും മെത്രാന്മാർക്കും ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു സ്കെയിൽഡപ്പായിട്ടുള്ള ഒരു അതിൻ്റെ ഒരു വളർത്തപ്പെട്ട പ്രതിരൂപമാണ് ട്രംപിനെ കൊണ്ട് മാർപ്പാപ്പയ്ക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നത് സ്ഥിതിവിശേഷം. സത്യത്തിൽ മതവും രാഷ്ട്രീയവും രണ്ടും രണ്ട് വഴിയാണ്. മതത്തിന് മതത്തിൻ്റേതായ ധാർമ്മിക പ്രമാണങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെയുണ്ട്. രാഷ്ട്രത്തിന് രാഷ്ട്രത്തിൻ്റേതായ കാര്യങ്ങളുണ്ട്. ഇരുവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങളിൽ അഭിപ്രായം പറയാം. പക്ഷേ ആ അഭിപ്രായം പറയുമ്പോഴും അതിനൊരു അന്തസ്സും യോഗ്യതയുമൊക്കെ വേണം. കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു. ലവ് ജിഹാദിനെതിരെ സംസാരിച്ചപ്പോഴല്ലേ എൻ്റെ അപ്പനെതിരെ പി സി ജോർജിനെതിരെ ജമാഅത്ത് ഇസ്ലാമിക്കാരും സുഡാപ്പിക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും ഒക്കെ തിരിഞ്ഞത്. അന്ന് ബിഷപ്പിനെ സംസാരിക്കാൻ പി സി ജോർജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ രാഷ്ട്രീയക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ഈ ചരിത്രത്തെ യാതൊരു ഉളിപ്പുമില്ലാതെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അങ്ങ് വക്രീകരിച്ച് ചിത്രീകരിച്ച് അങ്ങ് പതിപ്പിച്ച് വിട്ടുകൊടുക്കും. അങ്ങനെ വക്രീകരിച്ച് പതിപ്പിച്ച് വിട്ടുകൊടുക്കുന്നതിൻ്റെ ഭാഷ്യമാണ് ആ കേട്ടത്. യഥാർത്ഥത്തിൽ പൂഞ്ഞാറിലെ മുസ്ലിങ്ങൾ എന്നാണ് മുസ്ലിം സംഘടനകൾ പി സി ജോർജിനെതിരായത് ഒരു ഫോൺ കോൾ പുറത്തു വന്നപ്പോഴാണ്. സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരാൾ പി സി ജോർജ് എന്ന് പറയുന്ന ഒരാളിൻ്റെ വ്യക്തിത്വം തുറന്നു കാട്ടുന്നതിന് വേണ്ടി ടെലഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടപ്പോഴാണ് നേർച്ചയ്ക്ക് ഉസ്താദായിട്ട് ഇരുത്തിയിരുന്ന SDP വേദിയിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്ത് ഉദ്ഘാടനം ചെയ്യാൻ അവർ ചുമന്നുകൊണ്ട് നടന്ന എല്ലാ സ്ഥലങ്ങളിലും പള്ളിയിലെ ഖത്തീബിന് പോലും നിക്കാഹിന് ഇരിക്കാൻ കഴിയാത്ത സ്ഥലത്ത് കയറ്റി ഇരുത്തി കൊണ്ടു നടന്ന പി സി ജോർജിനെ എക്സ്പോസ് ചെയ്യപ്പെട്ടത്. അല്ലാതെ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ല. അത് മുതലാക്കാൻ പി സി ജോർജ് രംഗത്ത് വന്നതാണ്. കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ഒരു സ്വീകാര്യതയും മതപരമായ ഒരു പശ്ചാത്തലവും ആ സഭയുടെ സംഗതിയും ഒന്ന് സ്വന്തമാക്കാൻ വേണ്ടി പി സി അതിൽ കലക്കാനിറങ്ങിയെന്നേ ഉള്ളൂ. അല്ലാതെ അതും മുസ്ലിം സംഘടനകൾ കൈവിട്ടതുമായി യാതൊരു ബന്ധവുമില്ല. അതിരിക്കട്ടെ, അത് പറയാനല്ല ഞാൻ വന്നത്. ഏതാണ്ട് അതേ അവസ്ഥയിലാണ് മാർപ്പാപ്പയുടെ അവസ്ഥ. മാർപ്പാപ്പ ലോകത്തിൻ്റെ ആത്മീയ നേതാവാണ്. ക്രൈസ്തവരുടെ അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന മനുഷ്യനാണ്. അദ്ദേഹം യുദ്ധമരുതെന്നും ഒരു സംസ്കാരത്തെയും രാജ്യത്തെയും ഇല്ലാതാക്കരുതെന്ന് പറഞ്ഞത് യുദ്ധവെറിയനായ ട്രംപിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് പുള്ളി സ്വയം രോഗികളെ ശുശ്രൂഷിക്കുന്ന ക്രിസ്തുവായി ചമഞ്ഞ് പുറത്തിറങ്ങിയത്. അപ്പോഴും മാർപ്പാപ്പ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. മാർപ്പാപ്പ പറഞ്ഞത് ഞാൻ പറയേണ്ട കാര്യം ഞാൻ തന്നെ പറയും എന്നാണ്. അതിന് ഇന്ന് വീണ്ടും മാർപ്പാപ്പയെ ആക്ഷേപിച്ചിരിക്കുന്നു ട്രംപ്. അതായത് യുദ്ധത്തിൻ്റെയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒക്കെ പറയാൻ ദുർബലനാണെങ്കിലും വിദേശ നയങ്ങളിൽ ഭയങ്കരൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ ദുർബലനാണ്, അദ്ദേഹത്തിൻ്റെ എതിർപ്പ് തെറ്റാണ്, അദ്ദേഹത്തിനേക്കാൾ ശക്തനാണ് ഈ അഹങ്കാരി. എന്താ, അമേരിക്കയുടെ പ്രസിഡൻ്റല്ലേ, ആയുധപ്പുരകൾ കയ്യിലില്ലേ, ആറ്റം ബോംബില്ലേ, അപ്പോൾ അതെല്ലാം ഉള്ളതുകൊണ്ട് അവൻ വലിയ ആളാണ്. എന്നാൽ പോപ്പ് ദുർബലനാണ്, എന്നാൽ വിദേശ കാര്യങ്ങളിൽ ഭയങ്കരനാണ്. എന്ന് വെച്ചാൽ വേറൊരു രാജ്യത്തിനെ ആക്രമിക്കരുത്, കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഈ പറയുന്നത്. ഇവൻ ആഗ്രഹിക്കുന്നത് ഈ ഇസ്രായേലിനെ പോലെ ഈ ട്രംപിൻ്റെ എല്ലാ ചെയ്തികൾക്കും കൂട്ടായി മാർപ്പാപ്പ നിൽക്കണം, പറ്റുമെങ്കിൽ ആളെ കൊല്ലാൻ വിടുന്ന കപ്പലിനെ വെഞ്ചരിച്ച് വിടാൻ മാർപ്പാപ്പ വരണം എന്നാണ് ഈ വിഡ്ഢി വിചാരിക്കുന്നത്. ലോകത്തിൻ്റെ ഒരു അവസ്ഥയെ മത നേതാക്കൾക്ക് പോലും അവരുടെ കാര്യം പറയാൻ കഴിയാത്തവണ്ണം ഇതുപോലെയുള്ള ഈ പി സി ജോർജ് മുതൽ ട്രംപ് വരെയുള്ള വിദ്വേഷികൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് തന്നെ നാശം. അത്രയേ ഉള്ളൂ.